ഗൈസ്, ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്തിട്ടുള്ള പെണ്ണ് കേസ് സിനിമ കണ്ടു. നിഖില വിമൽ പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള സിനിമയാണ്. ഡയറക്ടർ പുതിയ ആളാണ്. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. നമുക്ക് അങ്ങനെ സമയനഷ്ടം അല്ലെങ്കിൽ കൊടുത്ത പണം നഷ്ടമായി അങ്ങനത്തെ ഫീൽ ഒന്നും തോന്നില്ല. കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ പറഞ്ഞു പോകുന്ന എന്നാൽ കുറച്ചൊക്കെ ഗൗരവമുള്ള, നമ്മളൊക്കെ സ്ഥിരം വാർത്തകളിൽ കേട്ട് പലപ്പോഴും കാണുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു എടുത്ത വിഷയത്തെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ തമാശയായിട്ട് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു പോകാം. പക്ഷെ നമ്മുടെ സംവിധായകൻ തെരഞ്ഞെടുത്തൊരു വഴി എന്ന് പറയുന്നത് വളരെ തമാശയോട് കൂടി ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയാണ്. അപ്പൊ ആ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം നിഖില വിമലിന്റെ പെർഫോമൻസ് കൊണ്ടാണ് കുറെ കൂടി വേറിട്ടൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്നേ വരെ മലയാള സിനിമയിൽ ഒരു നായിക പോലും ഏറ്റെടുക്കാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് നിഖില വിമൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണ് മലയാള സിനിമയിൽ ഇതുപോലൊരു കഥാപാത്രം വന്നിട്ടുള്ളത്. കഥാപാത്രം വേറെ ഒന്നുമല്ല, വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു നായിക കഥാപാത്രം. അപ്പൊ നമ്മൾ ഇത്രയും കാലം കണ്ട നല്ല കഥാപാത്രം, നല്ല നായിക സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു പക്ക ഫ്രോഡ് ആയിട്ടുള്ള ആ രീതിക്കുള്ള ഒരു കഥയൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ശരിക്കും വിവാഹ തട്ടിപ്പ് നടത്തുന്ന ആളാണോ, അതിനകത്ത് വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്നൊക്കെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ലാണ്ട് കണ്ടിരുന്നു. അപ്പൊ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് വന്ന നിഖില വിമലിന്റെ നായിക കഥാപാത്രത്തിന് ഒരു കൃത്യമായിട്ടുള്ള പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് പേരുകളുണ്ട്. കാരണം ആ കഥാപാത്രം ഓരോരോ നാടുകളിൽ പോയിട്ട് ഓരോരോ പുരുഷന്മാരെ, കേരളത്തിലെ മൊത്തം ആളുകൾ അല്ലെങ്കിൽ കേരളം കടന്ന് മൈസൂർ ഭാഗത്തുള്ള പുരുഷന്മാരെ തുടങ്ങിയിട്ട് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാതെ പെണ്ണ് കിട്ടാതെ കഷ്ടപ്പെടുന്ന പുരുഷന്മാരെയൊക്കെ തേടി പിടിച്ചു കണ്ടെത്തി ഈ പറയുന്ന പോലെ തട്ടിപ്പ് നടത്തുന്നു, വിവാഹ തട്ടിപ്പ് നടത്തി അവിടുന്ന് കുറെ സ്വർണ്ണക്കേട്ട് മുങ്ങുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഒരു സാഹചര്യത്തിൽ ആ കഥാപാത്രത്തെ ഈ പറയുന്ന പോലെ പോലീസൊക്കെ പിടിക്കുന്നു, പിന്നീട് ചോദ്യം ചെയ്യുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ആ ഒരു പെൺകുട്ടി ഏത് സാഹചര്യത്തിൽ അവിടെ എത്തി, എന്താണ് അവരുടെ ശരിക്കുള്ള പ്രശ്നം, അവർ ശരിക്കും നിരപരാധിയാണോ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളിലൂടെ ഇങ്ങനെ കഥ പറഞ്ഞു പോവാണ്. അപ്പൊ ഈ നിഖില വിമലിന്റെ ഒരു അഭിനയത്തിലും ഇതിനകത്ത് കുറച്ച് വേറിട്ട രീതിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സാധാരണ പുള്ളിക്കാരി അഭിനയിക്കുന്ന മിക്ക സിനിമകളും നോക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ ഒരേ രീതിക്കുള്ള പെർഫോമൻസ്, ഒരേ രീതിയാണ് ആ സ്റ്റൈലൊക്കെ. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി വേറിട്ട രീതിക്ക് പുള്ളിക്കാരി ഹ്യൂമർ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കത് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കഥാപാത്രത്തിന്റെ നിഗൂഢ സ്വഭാവം അല്ലെങ്കിൽ ആ കഥാപാത്രം അനുഭവിക്കുന്ന കുറെ വിഷമങ്ങള്, അതൊക്കെ നല്ല രീതിക്ക് ചെയ്തു പോയിട്ടുണ്ട്. അതുപോലെ കഥാപാത്രത്തിന്റെ ശരിക്കുള്ള പ്രശ്നം, കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സംഘർഷങ്ങൾ എല്ലാം പക്കായിട്ട് നിഖില വിമൽ ചെയ്തിട്ടുണ്ട്. സോ പുള്ളിക്കാരുടെ കയ്യിൽ ആ ഒരു കഥാപാത്രം സേഫ് ആയിരുന്നു. മാത്രമല്ല പുള്ളിക്കാരിക്ക് ഹ്യൂമർ ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സംഭവം കൂടി ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സൈഡ് വരുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ നായിക കഥാപാത്രം ഒരുപാട് ഏരിയയിലുള്ള ഒരുപാട് പേരെ പറ്റിച്ചു, വിവാഹം കഴിച്ച് പറ്റിച്ചു. അതിൽ കുറെ പുരുഷന്മാരായിട്ട് കുറെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. പോലീസ്, കേസ് അന്വേഷണം, ആ രീതിക്ക് കുറെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇർഷാദ് അലി, ഹക്കീം, ഷാജഹാൻ, അജു വർഗീസ്, രമേശ് പിഷാരടി, ഹരി പത്തനാപുരം, ശ്രീകാന്ത് വെട്ടിയാർ, ഇതുപോലുള്ള കുറെ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എനിക്ക് ശ്രീകാന്ത് വെട്ടിയാറിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് എല്ലാ സിനിമ കാണുന്ന സമയത്തും ഫീൽ ചെയ്യുന്ന കാര്യമാണ്, പുള്ളിക്കാരൻ ഈ പറയുന്ന റീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ പുള്ളിക്കാരൻ നൈസായിട്ട് സംഭവം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് ശ്രീകാന്ത് വെട്ടിയാർ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ വളരെ മോശമായിട്ടുള്ള ഒരു ആക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ കോമഡി ഒന്നും ആ ഒരു കോമഡി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. റീൽസിലൊക്കെ വളരെ ഈസി ആയിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് പ്രേക്ഷകരിലേക്ക് കേൾക്കാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. സോ പുള്ളിക്കാരന്റെ പെർഫോമൻസ് എല്ലാ സിനിമകളിലും പോലെ തന്നെ ഇതിനകത്തും എനിക്ക് ദയനീയമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ രമേശ് പിഷാരടിയുടെ പെർഫോമൻസ് എനിക്ക് എന്തുകൊണ്ടോ ആ ഒരു പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരന്റെ കൊള്ളാവുന്ന ഒരു പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തു. പി കുഞ്ഞികൃഷ്ണൻ നല്ല രസമായിട്ട് പുള്ളിക്കാരനെ കഥാപാത്രം ചെയ്തു. അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് ആ കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. സോ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും എല്ലാവരും നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഹക്കീം ഷാജഹാൻ നല്ല നൈസായിട്ട് പുള്ളിക്കാരൻ ചെയ്തു കേട്ടോ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ കുഴപ്പമില്ലാതെ ആ കഥാപാത്രങ്ങളൊക്കെ പോയിട്ടുണ്ട്. ശ്രീരേഖ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അവർ ഇതിനകത്ത് ഒരു പോലീസ് വേഷത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു കഥാപാത്രം, ആ ഒരു പെർഫോമൻസ് അതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ സിനിമയുടെ തിരക്കഥയിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് രശ്മി രാധാകൃഷ്ണനും ഈ പറയുന്ന ഡയറക്ടറായിട്ടുള്ള ഫെബിൻ സിദ്ധാർത്ഥും ചേർന്നാണ് തിരക്കഥ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അതിനകത്ത് ഈ പറയുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വിവാഹ തട്ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് ആ വിഷയങ്ങളൊക്കെ എത്തിച്ച് ആ കഥ പറയാൻ വേണ്ടി അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ് ആക്ച്വലി സംഭവിക്കുക എന്നുള്ള ഒരു പ്രഡിക്ഷൻ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് എത്തപ്പെടാൻ പറ്റില്ല.
കുറച്ചൊക്കെ ധാരണ കിട്ടുമെങ്കിൽ കൂടിയും ഈ സിനിമ നമ്മളുടെ ഒരു ട്രാക്ക് ഒക്കെ വിട്ട് മറ്റൊരു രീതിക്കാണ് കഥ പറഞ്ഞു പോയിട്ടുള്ളത്. സോ ആ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല, അതൊരു സാധാരണ കുഞ്ഞു സിനിമയാണ്. പക്ഷെ ആ കിട്ടിയ വിഷയത്തെ അവർ നല്ല രീതിക്ക് ഹ്യൂമർ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നല്ല രീതിക്ക് ചെയ്തു വെച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ഷിനോസ് ആണ്. കുഴപ്പമില്ലാണ്ട് ചെയ്ത വർക്കാണ്. ഭയങ്കര സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്കിത് മേനോനാണ് പശ്ചാത്തല സംഗീതം ചെയ്തിട്ടുള്ളത്. കൊള്ളാവുന്ന വർക്കാണ്. ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു പടത്തിന് ഒരു കുഞ്ഞു സെറ്റപ്പിലുള്ള ഒരു കുഞ്ഞു പടത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത, എന്നാൽ രസകരമായിട്ട് കഥ പറഞ്ഞു പോയിട്ടുള്ള ഒരു കുഞ്ഞു പടത്തിന് വേണ്ട രീതിക്കുള്ള വർക്കൊക്കെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു മൂവി കണ്ടിരിക്കാൻ കൊള്ളാവുന്ന, അത്യാവശ്യം വൃത്തിക്ക് ചെയ്തു വെച്ച ഒരു കുഞ്ഞു പടം, അതായത് കണ്ടിരുന്നു കഴിഞ്ഞാലും എണീറ്റ് പോന്നു കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് മടുപ്പോ മുഷിപ്പോ ഒന്നും തരാത്ത ഒരു കുഞ്ഞു നല്ല പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.